കഠിനാധ്വാനത്തിലൂടെ മണ്ണിൽ പൊന്നു വിളയിച്ചിരിക്കുകയാണ് മലപ്പുറം എടപ്പാൾ സ്വദേശി വീട്ടമ്മയായ ബിന്ദു. കാർഷിക വൃത്തിയിലൂടെയും അന്തസ്സായി ജീവിക്കാമെന്നതിന്റെ നേർസാക്ഷ്യമാണ് ബിന്ദുവിന്റെ ജീവിതം. പുലർച്ചെ 4:30 തുടങ്ങും ബിന്ദുവിന്റെ ഓട്ടം. ആദ്യം തൊഴുത്തിലേക്കാണ്. 4 പശുക്കൾ, 8 ആടുകൾ. ഇവയെ കറന്ന് തീറ്റ കൊടുത്ത ശേഷം നേരെ സൊസൈറ്റിയിലേക്ക് 15 ലിറ്റർ പാൽ അളന്നു നൽകും. പോകും വഴി ചില വീടുകളിലും പാൽ നൽകും. ഇതാണ് കുടുംബത്തിന്റെ പ്രധാന വരുമാനം. പിന്നീട് അടുക്കളയിലും വീട്ടിലുമായി കുറെ സ്വന്തം പണികൾ. അത് കഴിഞ്ഞാൽ കൃഷിയിടത്തിലേക്ക്. കൃഷിയിൽ ഇറങ്ങിയിട്ട് 12-13 വർഷമായി. ഒരു 20 വർഷമായിട്ട് ഇതിലുണ്ട്. പിന്നെ കുറച്ചാണ്ട് വിട്ടിട്ട് കല്യാണം കഴിഞ്ഞ് പോയപ്പോഴേ പിന്നെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എല്ലാവരും കൃഷിക്കാരാ. അച്ഛനും അമ്മയും പിന്നെ അനിയനും ഒക്കെ ആയിട്ട് കൃഷി തന്നെയാണ്. ഇപ്പോഴാണ് പാട്ടത്തിനെടുത്ത് ചെയ്യൽ തുടങ്ങിയത്. കൃഷി വലിയ കുഴപ്പമായി തോന്നിയില്ല. അപ്പം ഇതൊന്നും ചെയ്യാൻ തന്നെയാണ് താല്പര്യം. ലാഭമാണ്. 4 മാസം കൊണ്ട് ഇത്രയും പൈസ കിട്ടുന്നില്ലേ. നെൽകൃഷിയുടെ സീസണാണ് ഇപ്പോൾ. നെൽകൃഷി ചെയ്യും. അപ്പം അത് കഴിഞ്ഞാൽ പച്ചക്കറി ചെയ്യും. പിന്നെ ആട്, പശു, കോഴിയൊക്കെ ഇട്ട്. എടപ്പാൾ പഞ്ചായത്ത് കോലളമ്പ് വല്യാടിലെ കൂടിയാട്ടിൽ ചന്ദ്രന്റെ ഭാര്യ ബിന്ദുവാണ് കാർഷിക വൃത്തിയെ നെഞ്ചേറ്റി ജീവിതം പച്ചപിടിപ്പിക്കുന്നത്. 5 സെന്റ് ഭൂമിയിലെ ചെറിയൊരു ഷെഡിൽ കഴിഞ്ഞിരുന്ന ബിന്ദുവും കുടുംബവും കൃഷിയിൽ നിന്ന് കിട്ടിയ വരുമാനത്തിലൂടെ സ്വന്തമായി വീട് വച്ചു. മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ചു. കൃഷിയിൽ നിന്നും ലഭിച്ച വരുമാനത്തിൽ നിന്നും മകളെ ഗംഭീരമായി തന്നെ കല്യാണം കഴിപ്പിച്ചയച്ചു. ഇതിനെല്ലാം ചെലവഴിച്ചത് ഈ മണ്ണിന്റെ മണം നിറഞ്ഞ നോട്ടുകളായിരുന്നു. പാട്ടത്തിനടുത്ത 5 ഏക്കറിലേറെ സ്ഥലത്താണ് നെൽകൃഷി. അതിനോടനുബന്ധിച്ച് തന്നെ പച്ചക്കറികളായ പയർ, വഴുതന, വെള്ളരി, തക്കാളി, കയ്പ, ചീര തുടങ്ങി ഒരുവിധം കൃഷിയെല്ലാം ഉണ്ട്. വിവിധ ഇനത്തിൽപ്പെട്ട 8 ആടുകൾ കൂടാതെ കോഴികളും ഇവർക്കുണ്ട്. ഇവ നൽകുന്ന കോഴിമുട്ടയും ബിന്ദുവിന്റെ ജീവിതത്തെ സമ്പന്നമാക്കുന്നു. പുതുതലമുറയടക്കം കാർഷിക വൃത്തിയിൽ നിന്നും പിന്മാറുമ്പോഴാണ് കൃഷിയെ പൊന്നുപോലെ ഈ വീട്ടമ്മ പരിപാലിക്കുന്നത്. എടപ്പാളിലെ വല്യാടിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം.